നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. കറൻറ്റ് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കണം. അയാളുടെ മുഖം മനസ്സിലാലോചിക്കുക, പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ചാരിയറ്റാണ്. ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുമ്പ് പല കാരണങ്ങളാൽ അവസാനിച്ച് പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. ആ റിലേഷൻഷിപ്പിന് ഒരു മൂവ്മെൻറ്റ് വേണം, അതിന് ഒരു മുന്നോട്ട് വരൽ ആവശ്യമാണ്. ഇത് ചിലപ്പോൾ എല്ലാ അർത്ഥത്തിലും നിലച്ചു പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം. പക്ഷേ ഇയാളുടെ വിൽ പവർ കൊണ്ട് മാത്രം, ഇച്ഛാശക്തി കൊണ്ട് മാത്രം മുന്നോട്ട് വരണമെന്നാണിപ്പോൾ ആലോചിക്കുന്നത്. അതാണ് ഫസ്റ്റ് കറൻറ്റ് ഫീലിംഗിൽ ഫസ്റ്റ് കാർഡായിട്ട് വന്നിട്ടുള്ളത്. സെക്കൻഡ്, പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ, അയാൾ നിൽക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയാലും, അയാൾ നിൽക്കുന്ന സാഹചര്യം തീരെ നല്ലതല്ല, വളരെ മോശം ഒരു ടെറൈനിലാണ് അയാൾ നിൽക്കുന്നത് എങ്കിലും അയാൾ വളരെ പാഷനേറ്റായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്ത് റിസ്ക് എടുത്താലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്യാഹ്ലാദത്തോടെ, അമിതമായ ആത്മവിശ്വാസത്തോടെയും പാഷനോടും കൂടി നിങ്ങളിലേക്ക് എത്തി നോക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണുന്നത്. അപ്പോൾ നിങ്ങളെ വല്ലാതെ അഡ്മയർ ചെയ്യുന്ന, പാഷനേറ്റായിട്ട് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, തേർഡ് കാർഡ് മജീഷ്യൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും അയാൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒന്നും അയാളെക്കുറിച്ച് ചിന്തിക്കാത്ത സാഹചര്യങ്ങളിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ വ്യക്തിയുടെ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പേഴ്സൺ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അയാളുടെ ചിന്തകൾ നിങ്ങൾക്ക് മിറർ ചെയ്യുന്നത്. ഒരു തരം ടെലിപ്പതിയാണത്. ആ ചിന്തകൾ നിങ്ങൾ സെയിം വൈബ്രേഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളായതുകൊണ്ടാണ് ആ ഫീലിംഗ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അയാളുടെ എനർജി ഫീൽ ചെയ്യും, നിങ്ങളെ അയാൾക്ക് മിറർ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് അയാളെ മിറർ ചെയ്യും. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ അയാളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അയാൾക്ക് നിങ്ങളെ മിറർ ചെയ്യും. ഓക്കെ, ലാസ്റ്റ് കാർഡ് എംപററിൻ്റെ എനർജിയാണ്. ഇത് ഇയാൾക്ക് ഭയങ്കരമായ ആഗ്രഹവും ആവേശമൊക്കെ ഉണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ അയാൾ തീരെ പുറകോട്ടാണ്. ഈഗോയിസ്റ്റാണ്. ഒരാക്ഷനും എടുക്കാൻ ഇപ്പോൾ നിലവിൽ തയ്യാറല്ല. ഈഗോ ആണ് മുമ്പിൽ. ഒരു സ്ട്രക്ചർ അയാൾ സ്വന്തമായിട്ടൊരു പാറ്റേൺ ഒക്കെ ഇപ്പം ഇതിനകത്ത് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങോട്ട് ചെല്ലാനായിരിക്കും ഒരുപക്ഷെ അയാൾ വിചാരിക്കുന്നത്. അയാളായിട്ട് ഇങ്ങോട്ട് വരത്തില്ല, കാരണം അയാളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം എന്നായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നത്. ഇതും കേട്ടുകൊണ്ട് നിങ്ങൾ കുറ്റിയും പറിച്ച് ഓടാൻ നിൽക്കരുത്. വെയിറ്റ് ചെയ്യുക, അയാൾ ആക്ഷൻ എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു.